വയനാട് DCC ട്രഷററും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ IC ബാലകൃഷ്ണൻ MLA ഓഫീസിലേക്ക് CPIM മാർച്ച് അല്പസമയത്തിനകം MLAക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മരണങ്ങൾ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നുണ്ട്. അനൂപ് KR ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, ഇന്നാണ് MLAയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. അതായത് ഈ സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണം, അത് പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം MLA രാജിവെക്കണം ധാർമ്മികമായി. ഇതൊക്കെയാണ് CPIM ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് വയനാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ? അജിംഷാദ്, MLA IC ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ട് CPIM പ്രതിഷേധം അല്പസമയത്തിനകം ആരംഭിക്കും. അതിനിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് സംബന്ധിച്ച് ഒരു DCC യോഗം ഇന്ന് അടിയന്തരമായി വിളിച്ചു ചേർത്തിരുന്നു. ആ DCC യോഗം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബിജു ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നു. അതിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. അത് മറ്റു ചില കാരണങ്ങളാൽ അത് മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് DCCയിൽ വലിയ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. അത് വലിയ തമ്മിലടിയും തർക്കവുമൊക്കെയായി മാറുകയാണ്. ഏതായാലും അതിന്റെ കൂടി ഒരു ഭീഷണി കണക്കിലെടുത്താണ് ഈ വിധത്തിൽ യോഗം മാറ്റിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ യോഗം മാറ്റിവെക്കുന്ന കാര്യം ഒരുപക്ഷെ ഈ വിജയനെയും മകനെയും ഇതിലേക്ക് തള്ളിവിടുകയും അതിന് ഉത്തരവാദികളായ കോൺഗ്രസ് നേതാക്കൾ അവിടെ ഉണ്ടാവുകയും IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ ആരോപണം ഇതുന്നയിച്ചാണ് കോൺഗ്രസിനുള്ളിലെ പ്രശ്നം. അതാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ യോഗം മാറ്റിവെക്കുന്നതിലേക്ക് നയിക്കപ്പെട്ടത്, അല്ലേ അനൂപ്? അതെ, അതാണ് ഈ യോഗം മാറ്റിവെക്കുന്നതിനുണ്ടായ സാഹചര്യം. ഏതായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ IC ബാലകൃഷ്ണനെതിരെ വയനാട്ടിൽ നടക്കുകയാണ്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നു. അതോടൊപ്പം ഈ വലിയ പ്രക്ഷോഭങ്ങൾ CPIM ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്കിപ്പം ഇപ്പോൾ ബത്തേരി ഏരിയ സെക്രട്ടറി PR ജയപ്രകാശ് ഉണ്ട്. അദ്ദേഹം വലിയ പ്രതിഷേധം ഏതായാലും CPIM ഏറ്റെടുത്തിരിക്കുകയാണ്. IC ബാലകൃഷ്ണൻ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ്, സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധങ്ങൾ. അതെ, ഇന്ന് പ്രതിഷേധം തുടക്കം മാത്രമാണ്. ഈ IC ബാലകൃഷ്ണൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഴിമതി സംബന്ധിച്ച് അതൊരു പുതിയ വഴിത്തിരിവെത്തി നിൽക്കുകയാണ്. കാരണം 2 പ്രവർത്തകൻ മരണപ്പെട്ടതോടുകൂടി അത് ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പണം വാങ്ങിയിട്ടുള്ള ആളുകളെ നേരിൽ കണ്ട് സെറ്റിൽ ചെയ്യാനുള്ള ശ്രമം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകളെ നേരിൽ കണ്ടിട്ട് പണം ഞങ്ങൾ തിരികെ നൽകാം, നിങ്ങൾ പരാതിപ്പെടരുത് എന്ന രൂപത്തിൽ ഇന്നലെ മുതൽ പറയാൻ വേണ്ടി തുടങ്ങി എന്ന വിവരമുണ്ട്. മാനന്തവാടി വാഴാനുള്ള ഒരു കക്ഷിയിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങിയ വിവരം പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തെ കണ്ട് 4 ചെക്ക് നൽകിയിട്ട് പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് കാലത്ത് 7:30 മണിക്ക് മരണപ്പെട്ട NM വിജയേട്ടൻ്റെ ബന്ധുക്കൾ അവരുടെ വീട്ടിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അവർ വിജയേട്ടൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആത്മഹത്യാക്കുറിപ്പുണ്ട്, ഞങ്ങൾ നാളെ പത്രസമ്മേളനത്തിൽ പുറത്തുവിടുമെന്ന് പറഞ്ഞതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പത്രക്കാർ രാവിലെ അവിടെ ചെന്നപ്പം ആ പത്രസമ്മേളനം മാറ്റിവെച്ചു. വലിയ സമ്മർദ്ദം അവരുടെ മേലുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ആ പത്രസമ്മേളനം ഉൾപ്പെടെ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൻ്റെയൊക്കെ പുറകിലുള്ളത് IC ബാലകൃഷ്ണൻ ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വരികയാണ്. അപ്പോൾ അതെങ്ങനെയും ഒതുത്തീർക്കാനുള്ള വലിയ ശ്രമം ഇപ്പോൾ MLA നേതൃത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടത് ഒരാൾ പോലും രക്ഷപ്പെടരുത് എന്നാണ് CPIM പറയാനുള്ളത്. അതുകൊണ്ട് അതിനാവശ്യം എല്ലാ പ്രക്ഷോഭവും നടത്തും. സർക്കാർ വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഒരു അന്വേഷണത്തിന് ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടീമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ വശങ്ങളും അന്വേഷിക്കണം. NM വിജയൻ്റെ മരണം മാത്രമല്ല, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ ഈ അന്വേഷണ സംഘം തയ്യാറാകണമെന്നാണ് CPIM പറയാനുള്ളത്. അതിനാവശ്യം ഇതിൽ ഉത്തരവാദികളായ ആരൊക്കെയുണ്ടോ അവരെല്ലാം പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാവിധ പ്രക്ഷോഭങ്ങളും നേതൃത്വം കൊടുക്കാനാണ് CPIM തീരുമാനിച്ചത്. അതിൻ്റെ തുടക്കം മാത്രമാണ് ഇന്ന് MLA ഓഫീസിലേക്ക് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള മാർച്ച്. ഇതാണ് അജിംഷാദ്, CPIM പറയുന്നത്. ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഈ പ്രക്ഷോഭം തുടരുകയും ചെയ്യും. ആ വിധത്തിൽ IC ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു അട്ടിമറി ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് CPIMന്റെ ഇപ്പോഴത്തെ പ്രധാന. ഈ അട്ടിമറിയുടെ ലക്ഷണം തന്നെയാണോ അനൂപ്? രാവിലെ തന്നെ നൽകിയതാണ്. 7 മണിയോടുകൂടി ഇവരുടെ കുടുംബം കാണുന്നുണ്ട്. ആത്മഹത്യാ കുറിപ്പടക്കമുണ്ട്. ഇതിൻ്റെ സംഭവവികാസങ്ങളൊക്കെ ജനങ്ങളോട് പറയൂ എന്നൊക്കെയായിരുന്നു അറിയിച്ചിരുന്നത് അനൗദ്യോഗികമായി. പക്ഷേ അതിനുശേഷം ഈ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ CPIM ആരോപിച്ചത് ശരിവെക്കുന്നതാണ്. അതെ, ഇത് സംബന്ധിച്ച് ഈ മരണം സംബന്ധിച്ചുള്ള ഒരു ദുരൂഹതയിൽ അതിൽ പ്രധാനപ്പെട്ട കാരണമാണ്. അതിൽ പറയുന്ന പ്രധാന ഇത് ആത്മഹത്യാക്കുറിപ്പ് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ്. ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം കുടുംബം തന്നെ ആ കാര്യം സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇന്ന് രാവിലെ അത്തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ വരെ തയ്യാറായ ചിലർ ഈ കേസുമായി നിന്ന് പിന്തിരിയുന്നു, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിയുന്ന സാഹചര്യം. ഇതെല്ലാം ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള സംശയത്തെ ബലപ്പെടുത്തുകയാണ്. അതുകൂടി അന്വേഷണം ഈ പ്രത്യേക ചുമതലപ്പെടുത്തിയ അന്വേഷണ
അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. ഏതായാലും IC ബാലകൃഷ്ണൻ പ്രത്യക്ഷത്തിൽ പങ്കുണ്ടെന്ന രേഖകൾ പുറത്തു വന്നു. അത് ഈ കരാർ ഉടമടി മാത്രമല്ല, KPCC നേതൃത്വത്തിന് നേരത്തെ എൻ എം വിജയൻ അയച്ച പരാതി പുറത്തു വന്നു. ആ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇത് അന്ന് മുതൽ 2016 മുതലുള്ള സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. അതുന്നയിച്ചാണ് ഇന്ന് പ്രധാനമായും ഒരു പ്രതിഷേധം അല്പസമയത്തിനകം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബത്തേരിയിൽ നിന്ന് ബത്തേരി ചുങ്കത്തുള്ള IC ബാലകൃഷ്ണൻ ഓഫീസിലേക്കാണ് ഈ മാർച്ച് നടക്കുക. അജിംഷാദ്, അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ പോലീസിൻ്റെ നടപടിയിൽ തെളിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അനൂപ്? അനൗദ്യോഗികമായ വിവരങ്ങൾ കൂടി, പോലീസിൻ്റെ അന്വേഷണ ഘട്ടമായതുകൊണ്ട് പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കില്ല എങ്കിൽ പോലും ലഭിക്കുന്ന വിവരങ്ങൾ, അതായത് ഈ IC ബാലകൃഷ്ണൻ്റെ റോൾ അടക്കം. അതെ, കഴിഞ്ഞ ദിവസമാണ് ഉത്തരമേഖല DIG രാജ്പാൽ മീണ ഇത് സംബന്ധിച്ചൊരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. അതിന്റെ ചുമതല ബത്തേരി DYSP ഷെരീഫിനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസത്തെ കൂടിയാലോചനയെല്ലാം ഇത് സംബന്ധിച്ച് നടത്തിയിരുന്നു. ഏതായാലും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. അതിൽ ആദ്യം അന്വേഷണ സംഘം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക മൊഴി ശേഖരണമാണ്. ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടം. അതിൽ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പണമിടപാടുകൾ. ഈ പണമിടപാടുകളാണ് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് എൻ എം വിജയനെ എത്തിച്ചത് എന്നാണ് ഒരു ആരോപണം. അത് സംബന്ധിച്ചുള്ള ആദ്യം പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏതായാലും ഇന്ന് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. തീർച്ചയായും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പൈസ നൽകി ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ സ്വാഭാവികമായി IC ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ, കാരണം 10 ലക്ഷം രൂപ IC ബാലകൃഷ്ണൻ വാങ്ങി നിയമനവുമായി ബന്ധപ്പെട്ട്. ഈ നിയമനം നൽകാത്ത സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് തിരികെ നൽകിയില്ല. ഇതിൻ്റെ പാപഭാരം മുഴുവൻ വിജയനും അല്ലെങ്കിൽ കുടുംബത്തിനും മാത്രം എത്തുന്നൊരു സാഹചര്യം. അങ്ങനെയാണ് ഈ സുഖമില്ലാത്ത മകനെയും കൂട്ടി അദ്ദേഹം ജീവനൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ, ഇത്തരം കേസുകളെയും അന്വേഷണത്തെ അട്ടിമറിക്കാൻ പലർക്കും പൈസ നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കമുണ്ട്. അതൊരു ഒരുപക്ഷെ പോലീസിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. CPIM നേതാവും ആരോപിച്ചത് അത് തന്നെയാണ്. അനൂപ്? അതെ, ആ വിധത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് നേരത്തെ CPM ബത്തേരി ഏരിയ സെക്രട്ടറി PR ജയപ്രകാശ് സൂചിപ്പിച്ചല്ലോ. അത് തന്നെയാണ് ഈ വിധത്തിൽ ചില സംശയങ്ങൾക്ക് ഇടയാക്കുന്നതിന് കാരണം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പലരും പരാതി പ്രത്യക്ഷത്തിൽ നൽകാൻ ഉൾപ്പെടെ തയ്യാറായിരുന്നു. അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ ഉൾപ്പെടെ തയ്യാറായിരുന്നു. എന്നാൽ അവർ പിന്തിരിയുന്ന ഒരു നിലപാട് പിന്നീട് സ്വീകരിക്കുകയുണ്ടായി. ഇത് കഴിഞ്ഞ ദിവസങ്ങളോടെ ശക്തിപ്പെട്ട ചില അട്ടിമറി ശ്രമങ്ങളുടെ ആണോ എന്നാണ് പ്രധാനമായും സംശയം വരുന്നത്. അതുകൂടി അന്വേഷണ സംഘം ഈ വിധത്തിൽ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് CPM ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്.